അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 31/1/2025 ആമുൽ മുജ്തമ എന്ന ശീർഷകത്തിൽ കമ്മ്യൂണിറ്റി ഇയർ UAE-യുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ഹിസ് ഹൈനസ് അഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഹഫിളഹുല്ലാഹു വറഅ 2025 കമ്മ്യൂണിറ്റി ഇയറായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നല്ല സമൂഹം, ആ സമൂഹത്തിലെ ഓരോ അംഗങ്ങളും അവരവരുടേതായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തോടുകൂടെയും ഐക്യത്തോടുകൂടെയും കഴിയണം. ഓരോ അംഗങ്ങളും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, കുല്ലുക്കും മസ്ഊലുൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്, ആ ഉത്തരവാദിത്തത്തെപ്പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടുമെന്ന്. സമൂഹം സന്തോഷമുള്ള സമൂഹമാകണം. നാം മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുമ്പോൾ അതിൽ നാം സന്തോഷിക്കണം. അവരുടെ വിഷമങ്ങളിൽ നാം പങ്കാളികളാകണം. എല്ലാവരോടും യോജിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും നീങ്ങണം. നബിതങ്ങൾ പറഞ്ഞത്, അൽ മുഅ്മിനു മഅ്ലഫത്തുൻ വലാ ഖൈറ ഫീമൻ ലാ യഅ്ലഫ് വലാ യുഅ്ലഫ്. സത്യവിശ്വാസി സഹകരിക്കുന്നവനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാത്തവനിൽ ഒരു നന്മയും കാണുന്നില്ല. നാം ഒരു കെട്ടിടം പോലെ യശുദ്ദു ബഅ്ലഹു ബഅ്ലഹ, അതിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് ശക്തി പകരും. സമൂഹം ഒരൊറ്റ ശരീരമാണ്. ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് പ്രയാസം അനുഭവപ്പെട്ടാൽ ശരീരം മൊത്തം ഉറക്കം ഒഴിവാക്കി പനി ബാധിച്ചുകൊണ്ട് അതിൽ പങ്കാളികളാകുന്നു. തിരുനബി പറഞ്ഞല്ലോ, ഇദസ്തക്കാ മിൻ ഉളുവുൻ തദഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. സമൂഹത്തിലെ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുകയില്ല അവന് ഇഷ്ടപ്പെടുന്നത് അവൻ്റെ സഹോദരനു കൂടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ. നാം എന്തു ചെയ്യുന്നോ അതുകൊണ്ടിട്ടൊക്കെ നാം നന്മ കാക്ഷിക്കണം. സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും അങ്ങനെ മാനസികമായി ഐക്യമുള്ളവരും സ്നേഹം ഉള്ളവരും ആവണം. അവരവരുടെ കഴിവുകൾ, അവരുടെ യോഗ്യതകൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ ഉപയോഗിക്കണം. സമൂഹത്തിൻ്റെ പുരോഗതിയാകണം ഓരോരുത്തരുടെയും ലക്ഷ്യം. ഖുർആൻ പറയുന്നത്, വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും സൂക്ഷ്മതയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. നാം നമ്മുടെ മതമൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഉള്ള അറിവുകളും കഴിവുകളുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാപ്തിയും നാം നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിട്ടാവണം സമൂഹത്തിൽ നാം ഇടപെടേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം അപ്പോഴേ നിറവേറ്റുകയുള്ളൂ. നമ്മുടെ മതം നമ്മളോട് പറഞ്ഞത് അപ്പോഴേ നാം പ്രാവർത്തികമാക്കുകയുള്ളൂ. നമ്മുടെ മതമൂല്യങ്ങൾ സംരക്ഷിക്കൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കൽ, നമ്മുടെ സന്താനങ്ങളെ സംരക്ഷിക്കൽ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ കുടുംബത്തൊക്കെ പരിപാലിക്കലും പോറ്റി വളർത്തലും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ജോലിയിൽ കൃത്യ നിർവഹണം നടത്തൽ അത് നമ്മുടെ ബാധ്യതയാണ്. രാജ്യത്തിനോടുള്ള കടപ്പാട് നിറവേറ്റൽ. അൽ ഉംറു യംളി വസ്സമാനു യർഹൽ വകുല്ലുനാ അൻ കുല്ലി ഷൈഇൻ യുസ്അൽ. നമ്മുടെ വയസ്സ് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും, കാലം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം ചെയ്യുന്ന ഓരോന്നിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം നമുക്ക് ഉണ്ടാകണം. കമ്മ്യൂണിറ്റി ഇയർ അത് പരസ്പരം ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുകയാണ്. ആ സമൂഹം ഏറ്റവും നല്ല സമൂഹമാകണമെങ്കിൽ അതിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബമാണ്. ആ കുടുംബം ഭദ്രമാകണം. ആ കുടുംബത്തിലെ ഓരോരുത്തരോടുകൂടെയും ഉള്ള അടുപ്പവും ബന്ധവും നാം സുദൃഢമാക്കണം. കുടുംബങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും കെട്ടുറപ്പും ഉണ്ടാവണം. ആ കുടുംബത്തിലെ അംഗങ്ങൾ വിദ്യാഭ്യാസം നേടിയവരാകണം. അവരുടെ പെരുമാറ്റങ്ങളും ഇടപഴകലുകളും ഏറ്റവും മാതൃകാപരമാകണം. പ്രത്യേകിച്ച് യുവാക്കൾ അവരുടെ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. അവരുടെ കഴിവുകളും പ്രാപ്തിയുമൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ പ്രയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരിലേക്ക് നാം നന്മ ചെയ്യണം. അവർക്ക് എപ്പോഴും നാം താങ്ങും തണലുമായി നിൽക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ റബ്ബ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അവന് മാത്രമേ ഇബാദത്ത് എടുക്കാവൂ, മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരിൽ ഇരുവരും അല്ലെങ്കിൽ ഒരാൾ പ്രായമായി നിന്റെ അടുക്കലുണ്ടെങ്കിൽ അവരോട് നീ പരുഷമായി സംസാരിക്കരുത്, ഛേ എന്നുപോലും പറയരുത്. ഏറ്റവും മാന്യമായ സംസാരമാകണം അവരോടുണ്ടാവേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. നീ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എപ്പോഴും നീ റബ്ബിനോട് പ്രാർത്ഥിക്കണം, അവരിരുവരും എന്നോട് എൻ്റെ ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ നീയും അവരോട് കരുണ ചെയ്യണമേ എന്ന്. നാം നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ടവരെയും അങ്ങനെ ചേർത്ത് പിടിക്കണം. അവരെ നാം സഹായിക്കണം. അവരോടുള്ള ബാധ്യതകളും നാം നിറവേറ്റണം. ഫആതിദൽ ഖുർബ ഹഖ്ഖഹു. ഖുർആനിൻ്റെ കൽപ്പന അങ്ങനെയാണ്. നിന്റെ അടുത്ത കുടുംബക്കാർക്കുള്ള ബാധ്യതകൾ നീ നിറവേറ്റണം. നമ്മുടെ അയൽപക്കക്കാരോട് നമുക്ക് ബാധ്യതയുണ്ട്. അവരെ നാം ബഹുമാനിക്കണം. അപ്പോഴേ നമുക്ക് റബ്ബിൻ്റെ തൃപ്തി ലഭിക്കുകയുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, വഅഹ്സിൻ ഇലാ ജാരിക് തകുൻ മുഅ്മിനൻ. നിന്റെ അയൽക്കാരന് നീ നന്മ ചെയ്യണം, അപ്പോഴാണ് നീ വിശ്വാസി ആകുക എന്ന്. സമൂഹം നല്ല സമൂഹമായി സമൂഹത്തിലെ ആ ബാധ്യതകൾ നാം ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ ഇടപഴകലുകളുമൊക്കെ ആത്മാർത്ഥമാകണം. നമ്മുടെ ആ കഴിവുകൾ, ആ പ്രാപ്തികൾ നാം സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കണം. നമ്മുടെ അടയാളപ്പെടുത്തലുകൾ സമൂഹത്തിൽ പ്രത്യേകം നിഴലിച്ചു കാണണം. അതിനുവേണ്ടി നാം കഠിനാധ്വാനം ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിന. നിങ്ങളിൽ ആരൊരാൾ എന്തൊരു പ്രവൃത്തി ചെയ്യുന്നുവോ അത് കൃത്യമായി, അത് വളരെ ഭംഗിയായിട്ട് അവൻ നിർവഹിക്കണം. നാം നമ്മുടെ ജോലിയൊക്കെ നിർവഹിക്കുമ്പോൾ റബ്ബിനെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നാം അല്പം പോലും വീഴ്ച വരുത്തിക്കൂടാ. സമയം നാം വൃഥ ചിലവഴിച്ചുകൂടാ. എപ്പോഴും നമുക്ക് പോസിറ്റീവ് ചിന്തയാകണം. സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുമോ എന്ന ആലോചന ഉണ്ടാകണം. നാം നെഗറ്റീവ് ചിന്തകൾ പാടെ വെടിയണം. അത്തരം ചിന്തകൾ സമൂഹത്തിൻ്റെ ഭിത്തിക്ക് ഏൽപ്പിക്കുന്ന കേടുപാടുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം സമൂഹത്തിലെ നന്മയുടെ അംബാസിഡർമാരാകണം. നല്ല സ്വഭാവവും നല്ല പെരുമാറ്റങ്ങളും നമ്മളിൽ എപ്പോഴും നിഴലിച്ചു കാണണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുക്കും അഖ്ലാഖ. എനിക്ക് നിങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ, അന്ത്യനാളിൽ എൻ്റെ ഏറ്റവും അടുത്ത് ഇരിപ്പിടം ലഭിക്കുന്നവർ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് അവിടുന്ന് പറയുകയാണ്. നാം സമൂഹത്തിൻ്റെ ഓരോ മെമ്പർമാരുമാണ്. നമുക്ക് ആ സമൂഹത്തിന് വരുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നാം പ്രാപ്തരാകണം. ആ
സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ പരിഹരിക്കാൻ എന്ത് നമുക്ക് കഴിയും എന്ന ചിന്ത നമുക്കുണ്ടാകണം. നാം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഏതു വെല്ലുവിളികളും നേരിടാൻ നമുക്ക് കഴിയണം. എപ്പോഴും നാം ശുഭ പ്രതീക്ഷയുള്ളവരാകണം. നബിതങ്ങൾ പറഞ്ഞു, ഇദാ ഖാല റജുലു ഹലക്കൻ നാസു ഫഹുവ അഹ്ലക്കഹും. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആ സമൂഹത്തിൽ പറയുകയാണ്, ജനങ്ങൾ മുഴുവനും നശിച്ചുപോയി എന്ന്. എന്നാൽ അവനാണ് യഥാർത്ഥത്തിൽ ആ സമൂഹത്തെ മുഴുവനും നശിപ്പിക്കുന്നത് എന്ന്. സമൂഹത്തിലെ ഓരോ അംഗങ്ങളും നല്ല പ്രതീക്ഷയോടുകൂടി നമുക്ക് നല്ല ഭരണകൂടം ഉണ്ട്, അവർ എപ്പോഴും നമ്മെ പിന്തുണക്കുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നന്മയിൽ മുന്നേറാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും അവൻ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.